ഏതൊക്കെ വിദേശ വരുമാനത്തിനും സ്വത്തുക്കൾക്കുമാണ് UK ടാക്സ് റെസിഡന്റ് ടാക്സ് കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഏപ്രിൽ 2025 മുതൽ UK-യിൽ നോൺ ഡൊമസൈൽ ടാക്സ് സിസ്റ്റം അബോളിഷ് ചെയ്യുമ്പോൾ റെസിഡൻസി ബേസ്ഡ് ടാക്സ് സിസ്റ്റത്തിൽ വേൾഡ് വൈഡ് ഇൻകത്തിനും അസറ്റിനും ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. UK-യിൽ 183 ഡേയ്സിൽ കൂടുതൽ താമസിച്ചാൽ UK ടാക്സ് റെസിഡന്റ് ആകുകയും ഇത് ഇവിടുത്തെ പാസ്പോർട്ടോ സിറ്റിസൺഷിപ്പോ ആയിട്ട് ഒരു ബന്ധവുമില്ല. UK-യിൽ വന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് പെർമിറ്റ് ജോലി ചെയ്യുന്നവരാണെങ്കിലും UK-യിൽ 183 ഡേയ്സിൽ കൂടുതൽ താമസിച്ച് ടാക്സ് റെസിഡന്റ് ആയാൽ വേൾഡ് വൈഡ് ഇൻകത്തിനും അസറ്റിനും UK-യിൽ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഏപ്രിൽ 2025 മുതൽ നോൺ ഡൊമസൈൽസ് ടാക്സ് സിസ്റ്റം അബോളിഷ് ചെയ്യുകയും റെസിഡൻസി ബേസ്ഡ് ടാക്സ് സിസ്റ്റം വരുമ്പോൾ ധാരാളം പേരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഇതുവഴി കൃത്യമായി ഡിക്ലെയർ ചെയ്ത് നിങ്ങൾക്ക് നാട്ടിലുള്ള സ്വത്തുക്കളും അസറ്റുകളും ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുകയും ടാക്സ് കുറച്ചു കൊടുക്കുവാനുള്ള അവസരം കിട്ടുന്നതാണ്. UK ടാക്സ് റെസിഡന്റ് ഏതൊക്കെ വരുമാനത്തിനും ഏതൊക്കെ സ്വത്തുക്കൾക്കുമാണ് UK-യിൽ ടാക്സ് കൊടുക്കേണ്ടതെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് വേൾഡ് വൈഡ് ഇൻകവും അസറ്റും ടാക്സബിൾ ആയിട്ടുള്ള ഈ അവസരത്തിൽ കൃത്യമായിട്ട് ടാക്സ് പ്ലാൻ ചെയ്യുവാനും മിറ്റിഗേറ്റ് ചെയ്യുവാനും ഇതൊരവസരമാണ്. ഒന്നാമതായിട്ട് ഏതൊക്കെ വിദേശ വരുമാനത്തിനാണ് UK ടാക്സ് റെസിഡന്റ് ടാക്സ് കൊടുക്കേണ്ടത്? ബാങ്ക് ഇൻട്രസ്റ്റ്, പ്രോപ്പർട്ടി പ്രോഫിറ്റ് ഓൺ സെയിൽ, LICയിൽ നിന്നുള്ള വരുമാനം അതായത് മച്യൂരിറ്റി എമൗണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുമാനം, മറ്റ് ഷെഡ്യൂൾ ബാങ്കിലുള്ള വരുമാനങ്ങൾ, റെന്റൽ ഇൻകം, ഇതിനെല്ലാം UK റെസിഡന്റ് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് പ്രകാരം നാട്ടിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീഫിലൂടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നാട്ടിൽ TDS ആയിട്ട് 23% കൊടുക്കേണ്ടതുണ്ട്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചു കൊടുക്കുവാനും കൊടുക്കാതിരിക്കാനും സാധിക്കുന്നതാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് നിങ്ങളുടെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. NRI അക്കൗണ്ടിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റിനും ഇത് ബാധകമാണ്. ഇത് പ്രകാരം നാട്ടിൽ ടാക്സ് ഫ്രീ ആണെങ്കിലും UK-യിൽ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഷെയർ ട്രേഡിങ്ങിലുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം നാട്ടിൽ TDS കട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നാട്ടിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുവാനും മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. UK-യിലെ ടാക്സ് റെസിഡന്റ് നാട്ടിൽ സമ്പാദിച്ച സ്വത്തുക്കൾക്കും UK ഇൻഹെറിറ്റൻസ് ടാക്സിന് ബാധകമാണ്. ഇത് പ്രകാരം നിങ്ങൾ സ്വന്തമായി സമ്പാദിച്ച സ്വത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കൾക്കും UK ഇൻഹെറിറ്റൻസ് ടാക്സിന് വിധേയമാണ്. അത് 40% ആണ്. UK-യിൽ വന്നതിന് ശേഷം UK ടാക്സ് റെസിഡന്റ് ആണെങ്കിൽ വേൾഡ് വൈഡ് അസറ്റിനും നിങ്ങളുടെ പേരൻസ് തന്ന സ്വത്തുക്കൾക്കും UK ഇൻഹെറിറ്റൻസ് ടാക്സിന് ബാധകമാണ്. UK ടാക്സ് റെസിഡന്റ് അവർക്ക് വേൾഡ് വൈഡ് ഇൻകം ഉണ്ടായിരിക്കെ, പ്രത്യേകിച്ച് നാട്ടിൽ വരുമാനം സ്വത്തുക്കൾ ഉണ്ടായിരിക്കെ അത് ഡിക്ലെയർ ചെയ്തില്ല എങ്കിൽ HMRC കണ്ടുപിടിക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്യുമ്പോൾ മിനിമം 30% പെനാൽറ്റിയും ഇൻട്രസ്റ്റും ടാക്സും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോട്ടീസ് കിട്ടിയ ധാരാളം പേരാണ് ഇപ്പോൾ ഇവിടെ പെനാൽറ്റിയും ഇൻട്രസ്റ്റും ടാക്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. എങ്ങനെയാണ് വിദേശ വരുമാനവും സ്വത്തുക്കളും UK-യിൽ ഡിക്ലെയർ ചെയ്ത് ടാക്സ് പ്ലാൻ ചെയ്യേണ്ട വിശദ വിവരങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെ പറ്റിയുള്ള ധാരാളം വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.